പണ്ട് എസ് കെ പൊറ്റക്കാട് പറയാറുണ്ടായിരുന്നു, ചന്ദ്രനില് അവിടെ പോയാലും ചായ വെക്കാനി കാണുമെന്ന് എസ് കെ പൊറ്റക്കാട് പറയാറുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ആയിരുന്നു അത് പറഞ്ഞത് എങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു, ചന്ദ്രനിലും നാദാപുരത്തുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ നാദാപുരം സർവമയമാണത്, എല്ലായിടത്തും ഉണ്ട്. അവിടെ അർഹതപ്പെട്ട ഒരു MLA ഇതം പ്രഥമമായി ശ്രീ അഭിജിത്തിലൂടെ നിങ്ങൾ വിജയിപ്പിച്ചെടുക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അഭിജിത്തിനെ പറയുമ്പോൾ വേറെയും പ്രത്യേകതകളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നാദാപുരത്തെ മനുഷ്യരുടെ ഹൃദയാന്തരാളങ്ങളിൽ എന്നും പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനും, ക്യാപ്പ് വെച്ച വെളുത്ത സുന്ദരനായ മനുഷ്യൻ മറ്റാരുമല്ല, മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്. അദ്ദേഹത്തിന് തലമുറകളായി നാദാപുരത്തുകാരോട് ബന്ധമുള്ള വ്യക്തിത്വമാണ്. നാദാപുരത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വളർച്ചയിൽ മന്ത്രിയായപ്പോഴും അല്ലാത്ത സന്ദർഭങ്ങളിലുമെല്ലാം മഹാനായ CH നടത്തിയിട്ടുള്ള പോരാട്ട തുല്യമായ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഇന്ന് നാദാപുരത്തുകാരെ ലോകത്തെ എല്ലായിടത്തും കാണാൻ പറ്റും. ചായ കുടിക്കുക മാത്രമല്ല, പക്ഷേ നാദാപുരത്തെ പുതിയ തലമുറ അഭ്യസ്ത വിദ്യരാണ്. പ്രത്യേകിച്ച് GCCയിലും മറ്റു രാജ്യങ്ങളിലും അവര് ഉയർന്ന പദവികളിൽ ജോലി നോക്കുന്നവരാണ്. നല്ല ബിസിനസ് മേഖലയിൽ ഉയർന്നു നിൽക്കുന്നവരാണ്. ആ നിലക്ക് അവർക്കൊക്കെ വളരുവാൻ സാധിച്ചത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളാണ്, വിദ്യാഭ്യാസപരമായിട്ടുള്ള അടിത്തറയാണ്. ആ അടിത്തറ പാകിയത് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബാണ്. ആ CH മുഹമ്മദ് കോയ സാഹിബിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു പ്രദേശത്ത് തന്നെയാണ് ശ്രീ അഭിജിത്തും ജനിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തോളിയുടെ രാജകുമാരനാണ് CH എങ്കിൽ അത്തോളിയിൽ നിന്നും നാദാപുരത്തിന് ലഭിക്കുന്ന മറ്റൊരു രാജകുമാരനാണ് പ്രിയപ്പെട്ട അഭിജിത്ത്. അപ്പൊ ഈ വിശേഷണങ്ങളൊക്കെ എന്റെ വാക്കുകളിലോ നിങ്ങളുടെ കർണപടങ്ങളിലോ മാത്രം ഒതുങ്ങിയാൽ പോരാ, നിങ്ങളത് യാഥാർത്ഥ്യമാക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്.